രാത്രി 1 മണിയായപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെ വിളിച്ചു വെച്ചാൽ ഓടി വരണം. ഞാൻ വിചാരിച്ചു അങ്കിളിന് എന്തെങ്കിലും അസുഖം കൂടിയതായിരിക്കും. ഞാൻ ചെന്നപ്പോൾ അങ്കിളിന് കുഴപ്പമൊന്നുമില്ല, ആൻറ്റി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൂടിയെടുത്ത് ഞാനാണ് വണ്ടി ഓടിച്ചത്, കൊണ്ടുപോയി ആശുപത്രി ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ബ്രോഡ് ഡെത്ത്, മരിച്ചാ കൊണ്ടുവന്നേ. അപ്പോൾ ഇത് വളരെ ഷോക്കിംഗ് ആയിരുന്നു, എനിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഈ ഒരു അങ്കിളും ആൻറ്റിയും ഒരുമിച്ച് ഇണക്കുരുവികളെ പോലെ കഴിഞ്ഞവരാണ്. പക്ഷേ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് തുമ്പമണ്ണ് ഉള്ള ശ്രേയസ് എന്ന ഒരു സ്ഥാപനത്തിലാണ്. ഏകദേശം 25 പ്രായമുള്ള മാതാപിതാക്കളെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനമാണ്. മാർത്തോമാ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സ്ഥാപനമാണ്. അതുകൂടാതെ അതിനോട് ചേർന്ന് ധാരാളം മറ്റ് പ്രവർത്തനങ്ങൾ. എല്ലാ ദിവസവും രാവിലെ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 150ഓളം പേർക്ക് ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുണ്ട്. അത് ശ്രേയസിൽ നിന്ന് രാവിലെ 5 മണിക്ക് അതവിടെ കൊണ്ടുവരാറുണ്ട്, പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അതുകൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തുമ്പമണ്ണും ഓമല്ലൂർ വരെയൊക്കെയുള്ള ഒരു 22ഓളം ഭവനങ്ങളിൽ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആരുമില്ലാത്ത പ്രായമുള്ളവർക്ക് ആഹാരം, പൊതി എല്ലാ ദിവസവും കൊണ്ടു കൊടുക്കാറുണ്ട്. കൂടാതെ എല്ലാ മാസവും ഏകദേശം 200-ലധികം 220ഓളം ആളുകൾക്ക് കിഡ്നി ക്യാൻസർ പേഷ്യൻസിന് അവരുടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കിറ്റ് എല്ലാ മാസവും നൽകി വരുന്നു. അതൊക്കെ ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ നൽകി വരുന്ന പ്രവർത്തനങ്ങളാണ്. ഏകദേശം 15ഓളം ഭവനങ്ങൾ ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ വെച്ച് നൽകിയിട്ടുണ്ട്. ശ്രേയസിൻ്റെ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട കൗശിച്ചാൻ. ഞങ്ങൾ ഒരുമിച്ച് വന്നത്, നമ്മളുടെ പ്രിയ രാജവങ്ങളിനോട് ഒരുമിച്ച് സൗദിയിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. മാർത്തോമാ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ തുമ്പമണ്ണിലും ഇലന്തൂരുമുള്ള പള്ളികളുടെയൊക്കെ സഹകരണത്തോടെ നടത്തുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളൊക്കെ തുമ്പമണ്ണിൽ വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ അതുവഴി പോകുന്ന സമയത്തൊക്കെ ശ്രേയസ് സന്ദർശിക്കുന്നത് എന്തുകൊണ്ടും സന്തോഷകരമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യവും 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. 7-ാം അധ്യായം 12-ാം വാക്യം. 1 ശമൂവേൽ. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന പേരിട്ടു. അതെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബൻ-ഏസർ എന്ന് പേരിട്ടു. 1 ശമൂവേൽ 4-21-22 വാക്യങ്ങളോടെ വായിക്കാം. 4-ാം അധ്യായം 21. പെട്ടകം പിടിപെട്ടു പോകൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന പേരിട്ടു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയതുകൊണ്ട് കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബൻ-ഏസറിനരികെ പാളയം ഇറങ്ങി. എബൻ-ഏസർ, ഈഖാബോദ്, 2 പേരുകളാണ് നമ്മൾ വായിച്ചത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പൊതുവെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിച്ചവരാണ് നമ്മൾ. അർഹിക്കുന്നതിനേക്കാൾ അപ്പുറം സ്വീകരിച്ച മനുഷ്യരാണ്. ഒരു പക്ഷേ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മളുടെ അധ്വാന ഫലം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു നുണയല്ലേ? നമ്മുടെ അധ്വാനത്തെക്കാളൊക്കെ അപ്പുറം എത്രയോ ആളുകളുടെ കരുതൽ കൊണ്ടാണ്, എത്രയോ നന്മകൾ കൊണ്ടാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തെ നമ്മുടെ ഒരു ദിവസം ജീവിതം എടുത്താൽ എത്ര ആളുകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിനൊക്കെ അപ്പുറം തമ്പുരാനോട് നമ്മൾ എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ ക്രിസോസ്റ്റം തിരുമേനിയോട് ഒരു യുവജന സഖ്യത്തിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് യുവജനങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് മനുഷ്യനെ അവസാനം സൃഷ്ടിക്കാൻ കാരണം? ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ തിരുമേനി വളരെ രസകരമായി ഒരു മറുപടി അവരോട് പറഞ്ഞത്, മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ മനുഷ്യൻ പറഞ്ഞതന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞേനെ. അതുകൊണ്ടാണ് മനുഷ്യനെ അവസാനം സൃഷ്ടിക്കാൻ കാരണം പലപ്പോഴും നമ്മൾ തന്നെ നേടിയതാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. നേടിയതിനേക്കാൾ അപ്പുറം ലഭിച്ചതും നൽകപ്പെട്ടതുമാണ് നമ്മുടെ ജീവിതവും ജീവിതാനുഭവങ്ങളും.
ജീവിതം ഓർമ്മകളുടെ ആകത്തുകയാണ് എന്ന് പറയാറുണ്ട്, കഥകളുടെ ആകത്തുകയാണ് എന്ന് പറയാറുണ്ട്. പെരുമ്പടവം ശ്രീധരൻ എന്ന മലയാളത്തിൻ്റെ എഴുത്തുകാരൻ, അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ സെമിനാരി പഠനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരെല്ലാം കൂടി ഒരിക്കൽ ഒരു പുസ്തകം എഴുതി. അത് പുസ്തകം എഴുതാൻ കാരണം ഞങ്ങളോടൊപ്പം പഠിച്ച ഞങ്ങളുടെ ഒരു സുഹൃത്തെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹം മരിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പുസ്തകം എഴുതി. പുസ്തകത്തിന് ഞങ്ങൾ കൊടുത്ത പേര് സ്മരണകളുടെ സങ്കീർത്തനം എന്നാണ്, ഓർമ്മകളുടെ സങ്കീർത്തനം. അതിന് അവതാരിക എഴുതിയത് മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരനായ പെരുമ്പടവം ശ്രീധരനാണ്. പെരുമ്പടവം ശ്രീധരൻ അതിൻ്റെ അവതാരിക എഴുതിയപ്പോൾ അതിൽ അദ്ദേഹം ഓർമ്മകളെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്, സ്മരണകളെക്കുറിച്ച്, ഓർമ്മകളെക്കുറിച്ച്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. കാരണം പേര് അങ്ങനെയാണ്, സ്മരണകളുടെ സങ്കീർത്തനം എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം അത് എഴുതിയപ്പോൾ അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ പ്രയാസത്തിലായി. അതിൻ്റെ ഭാര്യയുടെ ഓർമ്മയിലൊക്കെ ഇങ്ങനെ ഭവനത്തിലായിരിക്കും, പുറത്തോട്ടിറങ്ങാതെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വന്ന് അദ്ദേഹത്തോട് പറയുന്നു, എന്തിനാണ് ഇങ്ങനെ ഓർക്കുന്നത്, ഇങ്ങനെയുള്ള വേദനകളൊന്നും ഓർക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഞാൻ എന്തിന് മറക്കണം, മറന്നാൽ പിന്നെ ഞാൻ മനുഷ്യനല്ലാതാകും എന്ന് പറഞ്ഞു. മറവി നമ്മെ മനുഷ്യരല്ലാതാക്കി മാറ്റും. ഓരോ ദിവസവും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം നന്മകൾ, ഓർമ്മകൾ ഉള്ളവരാണ് നമ്മൾ. പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നം, നമ്മൾക്കിന്ന് ഓർമ്മകൾ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ വായിച്ച വേദപുസ്തകം മുഴുവൻ നമ്മൾ നോക്കിയാൽ ഇസ്രയേലിൻ്റെ ചില ഓർമ്മകളാണ്, കഥകളാണ്. ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത് അവർ കഥയുള്ളവരായിരുന്നു എന്ന് പറയാറുണ്ട്. പീപ്പിൾ വിത്ത് സ്റ്റോറീസ്. ഈ ചില ആളുകളെ നോക്കി നമ്മൾ പറയാൻ ഒരു കഥയും ഇല്ലാത്തവർ എന്ന് പറയും. ഒരു കഥയില്ലാത്തവൻ, ഒരു കഥയില്ലാത്തവൾ എന്ന് പറയാറുണ്ട്. എന്താ എൻ്റെ അർത്ഥം? ഒരു ഗുണവുമില്ലാത്തവെന്നാണ് അർത്ഥം. കഥയില്ലെങ്കിൽ ഗുണമില്ല എന്നാണ് അർത്ഥം. കഥയുണ്ടെങ്കിൽ ഗുണമുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ വേദപുസ്തകം മുഴുവൻ കഥകളാണ്. ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ ദൈവം അവർക്ക് ചെയ്ത നന്മകളുടെയും അനുഭവങ്ങളുടെയും ഓർമ്മകളുടെ ആകത്തുകയാണ് വേദപുസ്തകം. പഴയ നിയമം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയെയാക്കാം. അവർ കഥയുള്ളവരായിരുന്നു, പീപ്പിൾ വിത്ത് സ്റ്റോറീസ്. നമ്മളിന്ന് വായിച്ച വേദഭാഗം ഇസ്രയേലിൻ്റെ കഥകളാണ്. ശമൂവേലിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ ഒന്നും രണ്ടും അധ്യായങ്ങളൊക്കെ, 1-2 പുസ്തകങ്ങളൊക്കെ വായിച്ചതെല്ലാം കഥകളാണ്. എന്താണ് കഥകൾ? ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളും നന്മകളുമൊക്കെ അവർ ഓർക്കുകയാണ്, ഓർത്തെഴുതുകയാണ്. 2 പേരുകളാണ് അവർ ഓർക്കുന്നത്. ഒന്ന് എബൻ ഏസർ എന്ന പേര്, മറ്റൊന്ന് ഈഖാബോദ് എന്ന പേര്. ഈഖാബോദ് 4-ാം അധ്യായത്തിലാണ്. എന്നാൽ 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നു, ഇസ്രയേലിൽ ഫെലിസ്തീർ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി എബൻ ഏസറിനരികെ പാളയമിറങ്ങി. എന്നാൽ 7-ാം അധ്യായം വായിക്കുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത്, അവിടെ ശമൂവേൽ ഒരു കല്ല് നാട്ടി അതിനൊരു പേര് കൊടുത്തു, എബൻ ഏസർ. അപ്പോൾ അതിനു മുമ്പ് എബൻ ഏസർ ഉണ്ടായിരുന്നോ? നമുക്കറിയില്ല. എബൻ ഏസർ എന്ന വാക്കിനർത്ഥം ഒരുപക്ഷെ നമുക്കറിയാം, യഹോവ സഹായകൻ എന്നാണ്. എബൻ ഏസർ, സ്റ്റോൺ ഓഫ് മൈ ഹെൽപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈഖാബോദ് എന്ന വാക്കിനർത്ഥം മഹത്വം പോയി എന്നാണ് ഈഖാബോദ് എന്ന വാക്കിനർത്ഥം. 1 ശമൂവേൽ ആദ്യ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ അവരുടെ ചില പ്രതിസന്ധികളെയാണ് അവർ വരച്ചു കാട്ടുന്നത്. അവർ അനുഭവിച്ചതായ ചില പ്രതിസന്ധികൾ, അവരുടെ ജീവിതത്തിൽ, അവരുടെ സമൂഹത്തിൽ മറ്റുള്ള ശത്രുക്കളിൽ നിന്നൊക്കെ അവർ അനുഭവിച്ച ചില പ്രശ്നങ്ങളെയാണ് ഈ ആദ്യ അധ്യായങ്ങളിലൊക്കെ അവരിങ്ങനെ കോറിയിടുന്നത്. അതിലൊരു പ്രശ്നമാണ് ഈഖാബോദ് എന്ന പ്രശ്നം. സംഭവം നമുക്കറിയാം, ഇസ്രയേലും ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധമാണ്. ഇസ്രയേലും ഫെലിസ്തീനും നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അന്ന് ഏലി പുരോഹിതനുണ്ട്. അദ്ദേഹമാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കൾ കൂടെയുണ്ട്. അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ, ഫെലിസ്തീനുമായി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവരോട് പരാജയമുണ്ടാകും. പരാജയപ്പെടുമ്പോൾ ജനം പറയും, നമുക്ക് ദൈവത്തിൻ്റെ പെട്ടകം ഈ യുദ്ധഭൂമിയിൽ കൊണ്ടുവരണം. ദൈവത്തിൻ്റെ പെട്ടകം എന്ന് പറഞ്ഞാൽ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. അപ്പോൾ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ പെട്ടകം കൊണ്ട് യുദ്ധഭൂമിയിലേക്ക് എത്തി. പെട്ടകം ഫെലിസ്തീർ പിടിച്ചുകൊണ്ട് പോകും. ഫെലിസ്തീർ പെട്ടകം പിടിച്ചുകൊണ്ട് പോകുക മാത്രമല്ല, ഈ ഏലിയുടെ മക്കൾ ഫിനേഹാസും ഹൊഫ്നിയും അവിടെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് മരിച്ചു പോകും. ഇത് കേട്ട ഈ അപ്പനായ ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു പോകും. ഇതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ ഹൊഫ്നിയുടെ ഭാര്യയുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ അവൾ ഇത് കേട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകും. പെട്ടകം പിടിപെട്ടു പോയി.
അമ്മാവിയപ്പൻ മരിച്ചു, ഭർത്താവും സഹോദരനും മരിച്ചു, ജനം ചിതറിപ്പോയിരിക്കുന്നു, തകർന്നു തരിപ്പണമായി പോയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അവിടെ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ മുഖത്ത് പോലും നോക്കാതെ കുഞ്ഞിനൊരു പേര് കൊടുക്കും. ആ പേരാണ് ഈഖാബോദ് എന്ന പേര്. മഹത്വം പോയി. ഗ്ലോറി ഡിപ്പാർട്സ്, മഹത്വം നഷ്ടപ്പെട്ടു. ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിൻ്റെ പേരാണ് ഈഖാബോദ് എന്ന പേര്. 2-3 ചിന്തകൾ ഈ ഭാഗവുമായി ചേർത്ത് ധ്യാനിച്ച് നിർത്താം എന്നാണ്. ഒന്ന്, ഈഖാബോദ് എന്നത് വിശ്വാസയാത്രയിലെ പരാജയത്തിൻ്റെ തീരമാണ്. വിശ്വാസയാത്രയിലെ പരാജയത്തിൻ്റെ തീരമാണ്. അത് മഹത്വം പോയ തീരമാണ്. അത് മരണത്തിൻ്റെ ഇടമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ മതം തകർന്നു തരിപ്പണമായി, അവരുടെ വിശ്വാസം തകർന്നു തരിപ്പണമായി. അവരെ ഈ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൻ്റെ അടുക്കലേക്ക് പെട്ടകത്തെ കൊണ്ടുവന്നതിന് ശേഷം അവരവിടെ ആരാധിക്കുന്നുണ്ട്, വലിയ ആർപ്പിടുന്നുണ്ട്. ആ ആർപ്പിടുമ്പോൾ അവരുടെ ചിന്ത അവിടെ ആര് വരും? ദൈവം വരും, ദൈവം ഞങ്ങളെ വിടുവിക്കും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് നമ്മൾ വായിക്കുന്നത് പുരോഹിതൻ പരാജയപ്പെടുന്നു, പൗരോഹിത്യ കുടുംബം മുഴുവൻ പരാജയപ്പെടുന്നു. ഏലിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. യാഗത്തിന് വസ്തു കൊണ്ടുവരുമ്പോൾ അതിലെ ഏറ്റവും നല്ല മനോഹരമായ ഇറച്ചി ഈ ഏലിയുടെ മക്കൾ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ മുപ്പല്ല് കൊണ്ട് കുത്തിക്കൊണ്ട് പോകും. അവരവിടെ പറയുന്നത്, തന്നില്ലെങ്കിൽ ഞങ്ങളിത് ബലാത്കാരേണ എടുക്കും. ബലാത്കാരത്തിൻ്റെ ഭാഷയാണ്, ശക്തിയുടെ ഭാഷയാണ്. ഒരിടത്ത് ശക്തിയുടെയും ബലാത്കാരത്തിൻ്റെയും ഭാഷയാണ്. ജനം നടക്കുന്നത് വലിയ ആരവങ്ങളാണ് നടത്തുന്നത്. എന്നാൽ അവരുടെ ആഗ്രഹം, ഞങ്ങളുടെ ആരവങ്ങളിൽ ദൈവം വരും, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ്. ദൈവത്തെ തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒതുക്കി മാറ്റുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു വലിയ ചിന്തയാണ്. ഞങ്ങളുടെ ആരവങ്ങളിൽ ദൈവം ഒരുപക്ഷെ ഇറങ്ങി വന്നേക്കുമെന്നുള്ള ചിന്തയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ഞങ്ങളോട് ഇടപെടും എന്നുള്ള ചിന്തയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളല്ല ദൈവത്തിന് ആഗ്രഹം, മറിച്ച് മനുഷ്യൻ്റെ അനുതാപത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളിൽ ദൈവം ഇടപെടുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റി. മനുഷ്യൻ്റെ അനുതാപത്തിൻ്റെ ഒരു മാറ്റത്തിൽ, അനുതാപപൂർവമായ പ്രാർത്ഥനകളിലാണ് ദൈവം ഇടപെടുന്നത്. പിന്നീട് നമ്മളത് കാണുന്നുണ്ട്. ഫെലിസ്തീനിൽ നിന്ന് പരാജയപ്പെട്ടൊക്കെ ശേഷം 7-ാം അധ്യായത്തിൽ ശമൂവേൽ ഈ ജനത്തെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരവിടെ അനുതപിച്ചു പ്രാർത്ഥിക്കും. ഞങ്ങൾ ഈ തെറ്റിനെ ഓർത്ത് ഏറ്റുപറയുകയും, അതുകൂടാതെ ദൈവസന്നിധിയിൽ അവരെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് പറയും, ഞങ്ങൾക്ക് നീ മാത്രം മതി എന്ന് പറയുമ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഒരിടത്ത് ആരവങ്ങളും ആൾക്കൂട്ടവും ബലാത്കാരത്തിൻ്റെ ഭാഷയുമാണ്. അവിടെ ദൈവം ഇടപെടുന്നില്ല എന്നുള്ളതാണ്. തങ്ങളുടെ സ്വകാര്യമായ ജീവിത വിജയത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കാനുള്ളൊരു ത്വരയാണത്. അതാണല്ലോ ഇന്ന് എല്ലാ മതങ്ങളും മതക്കൂട്ടങ്ങളും ഒക്കെ ചെയ്തു തീർക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹമനുസരിച്ച് ഇടപെടുന്നൊരു ദൈവം. നമുക്ക് ദൈവത്തെ ഇഷ്ടമാണ്. എന്തിനു വേണ്ടിയാണ്? ആവശ്യം നേടണം, അല്ലേ? ഈ ATM കൗണ്ടറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, ഈ തോക്കും പിടിച്ച് നിൽക്കുന്ന ആളെ പോലെയാണ്. സ്വത്ത് സമ്പാദിക്കാൻ ദൈവം വേണം, സമ്പാദിച്ച സ്വത്തിനെ കാവൽ നിൽക്കാനും ആര് വേണം? ദൈവം വേണം. അല്ലാതെ നമുക്ക് ദൈവത്തെ ആവശ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ കൂടെ കൂടുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ കൂടെ കൂടുന്നത് ഇച്ചിരി അപകടകരമായ അനുഭവമാണ്. ഇറ്റ്സ് എ റിസ്ക്, അല്ലേ? അങ്ങനെ കൂടിയവരൊക്കെ അപകടത്തിലേക്ക് പോയിട്ടുള്ളൂ. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൽ, സേവികാ സംഘത്തിലാണ്, അവരോട് ചോദിച്ചു, കൃപയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ വേണമെന്ന് പറയുന്നെങ്കിൽ ഓർത്തോണം, അത് അപകടമാണ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളാണ് ആര്? മറിയ. എന്തുമാത്രം അപകടങ്ങളാണ് പിന്നീട് വന്നത്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവനാണ് സക്കായി. ഉള്ളത് മുഴുവൻ നഷ്ടപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് ഈ ദൈവം വേണമെന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, അത് ഇച്ചിരി എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല, കുറച്ച് അപകടകരമായ സംഗതിയാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ രൂപപ്പെടുത്താനല്ല, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ തന്നെ രൂപപ്പെടുത്താനാണ്. എന്താണ് ഇന്ന് മതങ്ങളും സമൂഹങ്ങളും ഈ കൂട്ടങ്ങളും ഒക്കെ ശ്രമിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ രൂപപ്പെടുത്താൻ. നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷകരായി മാറുകയാണ്, അല്ലേ? ആരെങ്കിലും നമ്മുടെ ദൈവത്തെ ഒരു കുറ്റം പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കൂടെ വാളും പരിചയം ഒക്കെ എടുത്തിറങ്ങും. എന്തിനാ, അല്ലേ? പണ്ടൊരിക്കലും ഇടയ്ക്ക് എപ്പോഴോ ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഈശോ എന്ന സിനിമ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ കുറേ ആളുകളെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി. ഈശോ എന്ന സിനിമയ്ക്ക് പേരിടാൻ പാടില്ല. നമ്മൾ ആരെ സംരക്ഷിക്കുന്നത്? ഈശോയെ സംരക്ഷിക്കുന്നത്.
നമ്മൾ ദൈവത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ദൈവത്തെ നമ്മളാണോ സംരക്ഷിക്കുന്നത്, നമ്മളെ ദൈവമാണോ സംരക്ഷിക്കുന്നത്? നമ്മളുടെ ആഗ്രഹം അനുസരിച്ചാണോ ദൈവം രൂപപ്പെടേണ്ടത്, ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചാണോ നമ്മൾ രൂപപ്പെടേണ്ടത്? എന്താണ് വിഗ്രഹാരാധന പാടില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? പഴയ നിയമത്തിൽ വിഗ്രഹാരാധന പാടില്ല എന്ന് പഠിപ്പിക്കാൻ കാരണം, വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചില രൂപങ്ങൾ മാത്രമല്ല. വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ദൈവത്തെ ഇങ്ങനെ രൂപപ്പെടും. നമ്മളൊരു ബോക്സ് ഉണ്ടാക്കും, അതിനുള്ളിൽ ദൈവം ഇരിക്കണം. ഇങ്ങനെയാണ് ഞങ്ങളുടെ ദൈവം, ഇങ്ങനെ പാടുള്ളൂ ഞങ്ങളുടെ ദൈവം. അതാരാ പറയുന്നേ? നമ്മൾ പറയുന്നതാണ്. അങ്ങനെ അതിനെയാണ് വിഗ്രഹം ആരാധന എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ദൈവത്തെ രൂപപ്പെടുത്തുക. അതാണ് പുറപ്പാടിന് ശേഷം ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. അവർ അഹരോൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവം വേണം, അത് ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ചൊരു ദൈവത്തെ വേണം. ആ ദൈവത്തെയാണ് അവരിങ്ങനെ അഹരോൻ രൂപപ്പെടുത്തിയെടുത്തത്. എന്നാൽ യഹോവ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 20-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഈ 10 കൽപ്പനകൾ കൊടുക്കുന്നതുണ്ട്. കൽപ്പനകൾക്ക് ശേഷം അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. മോശ ഈ വലിയ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ടപ്പോൾ ജനം പേടിച്ചപ്പോൾ അവിടെ 20-ാം അധ്യായത്തിൻ്റെ 18-ലോ 20-ലോ ആണ് വാക്യം വായിക്കുന്നത്. മോശ ഇരുളിലേക്ക് കയറിപ്പോയി. ദൈവത്തിൻ്റെ ഇരുളിലേക്ക് കയറിപ്പോയി, അല്ലേ? അത് വളരെ മനോഹരമായൊരു വാക്യമാണ്. ഒരു പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം കൽപ്പനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, കൽപ്പനകളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്, മോശ ഇരുളിലേക്ക് കയറിപ്പോയി. അങ്ങനെ ജനം ദൂരത്ത് നിന്നു. മോശ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം ഇരുളെന്നാണോ അർത്ഥം? പിന്നെ ദൈവത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അർത്ഥം. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ ഇൻകംപ്രഹെൻസിബിൾ ആണ്. നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് രൂപപ്പെടുത്തി എടുക്കുന്ന ഒന്നല്ല ദൈവം, മറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് രൂപപ്പെടുത്തേണ്ടതാണ്. എന്നാൽ അവിടെ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടത്, ഈഖാബോദിൻ്റെ അനുഭവത്തിലേക്ക് പോയത് ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, ദൈവവും ആരാധനയും അവരുടെ ആഗ്രഹമനുസരിച്ച് രൂപപ്പെടുത്താൻ ഇടയാക്കിയത്. അതുകൊണ്ട് ഈഖാബോദ് പരാജയത്തിൻ്റെ തീരമായി മാറി. 2, ഈഖാബോദ് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, എന്നാൽ അതിൽ നിന്നും അപ്പുറത്തേക്കുള്ള യാത്രയാണ് എബനേസർ. ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. ജീവിത പ്രതിസന്ധികളിൽ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇത് എബനേസർ നൽകുന്നത്. അതേ സ്ഥലമാണ്, വ്യത്യാസമൊന്നുമില്ല. അതേ സ്ഥലം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഇടമായി മാറുന്നു. ഈഖാബോദ് എബനേസറായി മാറുന്നു. പരാജയത്തിൻ്റെ ഇടം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമായി മാറുന്നു. അതേ ഇടത്തിൽ തന്നെയാണ് ദൈവം ഇടപെടുന്നത്. പരാജയത്തിൻ്റെ അതേ ഇടത്തിൽ തന്നെ ദൈവം ഇടപെടുകയാണ്. ഇടപെട്ടിട്ട് പറയുകയാണ്, മുന്നോട്ട് പോകുക. ഈഖാബോദ് കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല, മറിച്ച് അതിനപ്പുറത്ത് എബനേസർ അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. എബൻ-ഏസർ, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞു. അവൻ ആ സ്ഥലത്തിന് എബൻ-ഏസർ എന്ന പേരിട്ടു. പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. മഹത്വം പോയി, അവരുടെ പെട്ടകം പിടിച്ചോണ്ട് പോയി, പുരോഹിതനില്ല, രാജ്യമില്ല, വലിയ പ്രയാസത്തിലായിരിക്കുമ്പോൾ അവിടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ആത്മാർത്ഥമായി ആരാധിക്കുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്ന് അവർക്ക് എബനേസറിനെ ഒരുക്കി കൊടുക്കുകയാണ്. എബനേസറിനെ ഒരുക്കിയിട്ട് പറയുന്നത്, ഇവിടം കൊണ്ട് തീരുന്നില്ല, ഈഖാബോദ് കൊണ്ട് ജീവിതം തീരുന്നില്ല, മറിച്ച് എബനേസറാണ് ജീവിതത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും. ഒരുപക്ഷേ ഈഖാബോധുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നമ്മളൊക്കെ ചോദിച്ചു പോയേക്കാം, ദൈവം എവിടെ? ചോദിച്ചിട്ടുണ്ടോ? വെർ ഈസ് ഗാഡ്? ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം വളരെ മനോഹരമായൊരു പുസ്തകമാണ്. എന്താ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം? ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുന്നത് ഈ 1ഉം 2ഉം അധ്യായങ്ങളൊക്കെ വായിച്ചിട്ട് പറയും, യഹോവ തന്നു, യഹോവ എടുത്തു. ഇയ്യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഇയ്യോബിൻ്റെ പുസ്തകം. 3 തൊട്ട് അങ്ങോട്ടൊന്ന് വായിക്കണം. 3, 7, 9, 19 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ വേദപുസ്തകത്തിൽ ഇത്രമാത്രം ദൈവത്തെയോട് മറുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല. നീ നീതിയുള്ള ദൈവമാണോ? ആര് ചോദിച്ചിട്ടുണ്ടെന്നറിയോ? ഇയ്യോബ് ചോദിച്ചിട്ടുണ്ട്. ദൈവത്തെ പോലെ നിങ്ങളും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ത്? കൂട്ടുകാരോട്, എൻ്റെ പ്രതിയോഗിയെ പോലെ. ആരോടാ? ആരെക്കുറിച്ചാണ് പറയുന്നറിയോ? ദൈവത്തെക്കുറിച്ചാണ്.
അപ്പോൾ ഇയ്യോബ് നമ്മൾ പറയുന്ന പോലെ യഹോവ തന്നു യഹോവ എടുത്തു എന്നൊന്നും പറയുന്നതല്ല. നമ്മുടെ ചിന്ത ഈ പണ്ട് ഞാൻ ഈ ഒരു ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിച്ചത്. അവിടെ എന്നെ പഠിപ്പിച്ചൊരു സാറ് മോഹനമ്പിള്ള സാർ എന്നാണ് പേര്. ഈ മോഹനമ്പിള്ള സാറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്നും ഉച്ചയാകുമ്പോൾ ഇൻ്റർവെല്ലും ഒക്കെ ആകുന്ന സമയത്ത് ഒരു വടി ഇങ്ങനെ പുറകെ പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഈ കുട്ടികളായിരുന്ന സമയത്ത് ഓടി നടക്കുമ്പോഴോ വലിയ ബഹളവും വായോ ഒക്കെ വെച്ചാൽ പുറകേക്കിടെ വന്ന് അടി വീഴുമ്പോഴേ അറിയത്തുള്ളൂ സാറുണ്ടെന്നുള്ളത്. പണ്ട് എൻ്റെ ചിന്ത ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഈ മോഹനമ്പിള്ള സാറിനെ പോലെയാണ്. കാരണം എന്നെ പഠിപ്പിച്ചെന്താണെന്നറിയോ, ഈ നമ്മൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ദൈവം അടിക്കും, മിണ്ടാൻ പാടില്ല എന്നാ പറഞ്ഞ ഈ യേശു അപ്പച്ചൻ നമ്മളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, യേശു അപ്പച്ചൻ നമ്മളെ അടിക്കും എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കൊച്ചുനാളിൽ വന്നത് ദൈവവും ഈ സാറും ഒരേപോലെ. കാരണം കുഴപ്പം കാണിച്ചാൽ അപ്പം അടി വീഴും, അതാണ് ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ അല്ല വേദപുസ്തകം നമുക്ക് കാട്ടിത്തരുന്നത്. ഒരുപക്ഷേ ഇയ്യോബിൻ്റെ പുസ്തകം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ദൈവത്തോട് ചോദിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്. നമ്മുടെ അപ്പനോടല്ലാതെ പിന്നെ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? ചോദിക്കാനുള്ള അവകാശം ദൈവം നീ എവിടെ എന്ന് ചോദിക്കാനുള്ള അവകാശം, നീ നീതിമാനാണോ എന്ന് ചോദിക്കാനുള്ള അവകാശം ഇയ്യോബിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവസാനം ഇയ്യോബിൻ്റെ പുസ്തകം വളരെ രസമാണ്. ഏറ്റവും അവസാനം എന്നാൽ ഇയ്യോബിൻ്റെ കൂട്ടുകാർ പറയുന്നത് നീ കുഴപ്പക്കാരനാ, ദൈവം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു. അവസാനം ദൈവം വന്ന് പറയും, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ ശരിയായത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇയ്യോബിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും ഇയ്യോബാണോ ശരി, കൂട്ടുകാരാണോ ശരി എന്നൊക്കെ തോന്നിപ്പോവും. അപ്പം ദൈവം വന്ന് പറഞ്ഞു, ദാസനായ ഇയ്യോബാണ് എന്നെക്കുറിച്ച് ശരി പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ദൈവത്തിനോട് ഇങ്ങനെ ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചോദിക്കാനുള്ള ആ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജീവിതം എന്നും എബനേസർ ആയിരിക്കുമെന്ന്? അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈഖാബോധുകളിലൂടെ കടന്നു പോയിട്ടില്ലാത്ത എത്ര ആളുകളുണ്ട് ഇവിടെ? ദൈവം എവിടെയെന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകളല്ലേ നമ്മളൊക്കെ, നിങ്ങളൊക്കെ? ദൈവത്തിൻ്റെ ഗോഡ്സ് ആബ്സെൻസ് ഓഫ് ഗോഡ് എന്നൊരു ചിന്ത, ദൈവത്തിൻ്റെ അസാന്നിധ്യം അങ്ങനെ ഉണ്ടോ? ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകാറില്ലേ ചില അനുഭവങ്ങളിലൊക്കെ? തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ദൈവം ഉണ്ടോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇസ്രായേലിൽ ചോദിച്ച ചോദ്യമാണത്. ഈഖാബോദ് അവരുടെ ജീവിതത്തിലെ അനുഭവമാണ്. കാരണം ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പെട്ടകം പിടിപെട്ടു പോയി? ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു? ഞങ്ങളുടെ പുരോഹിതരെ കൊന്നുകളഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. ഇറ്റ്സ് എ റിയാലിറ്റി ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണത്. അങ്ങനെയുള്ള ജീവിതമാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഉത്തരവൊന്നുമില്ല എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. പ്രതീക്ഷയും പ്രത്യാശയുമുണ്ട്. ദൈവം അതിനപ്പുറം നമുക്കൊരു എബനേസർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയുണ്ട്. എന്നാൽ ഈഖാബോധുകളും ജീവിതത്തിൻ്റെ ഭാഗമാണ്, യാഥാർത്ഥ്യമാണ്. തകർച്ചകളും തകർന്ന അനുഭവങ്ങളും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അതില്ലാതെ ഒരു ജീവിതം ഇല്ല. അങ്ങനെ ഇല്ലാത്തതാണെന്ന് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. ജീവിതത്തിൻ്റെ ഭാഗമാണത്. തോമസ് അപ്പോസ്തലൻ, നമ്മൾ വലിയ ആവാശത്തിൽ പറയുന്നതാണല്ലോ തോമസ് അപ്പോസ്തലൻ, നമ്മുടെയൊക്കെ അപ്പോസ്തലൻ. തോമസ് വന്ന് നേരിട്ട് അനുഗ്രഹിച്ചവർ അല്ലെങ്കിൽ കൈവച്ചവരുമാണ് നമ്മുടെ കുടുംബം എന്നൊക്കെ പറയാറുണ്ട്. തോമസിനെ കർത്താവ് വിളിക്കുന്നത് എങ്ങനെയാണ്? മുറിവ് കാണിച്ചിട്ടാണ് പറയുന്നത്, എൻ്റെ പിന്നാലെ വന്നാൽ ഒരുപക്ഷെ നിനക്കും കിട്ടാനുള്ളത് ഇതൊക്കെ തന്നെയുള്ളൂ, താല്പര്യമുണ്ടേ വന്നാൽ മതി. ഒരുപക്ഷെ നമ്മൾ കൂടെ വന്നാൽ ഇതേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഇതായിരിക്കാം ഒരുപക്ഷെ കിട്ടാനുള്ളത്. താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വേദപുസ്തകം നമ്മളെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ഇതൊന്നുമില്ല, ഈഖാബോധുകൾ ഉണ്ടാകത്തില്ല എന്ന്. ഈഖാബോധുകളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതിനപ്പുറം നമുക്കൊരു വലിയ പ്രത്യാശയുള്ളതാണ്. അത് അവിടം കൊണ്ട് തീരുന്നില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും കഷ്ടതകളും അവിടം കൊണ്ട് തീരുന്നില്ല. അതിനപ്പുറത്ത് നമുക്ക് വലിയൊരു എബനേസർ നമുക്കുണ്ട്, ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചൈനീസിലെ ഒരു വാക്കാണ്, ക്രൈസിസിന് അവർ കൊടുക്കുന്നൊരു വാക്കാണ് വെയ്ജി എന്ന് പറയും. WEIGI വെയ്ജി എന്ന് ചൈനക്കാർ പറയുമ്പോൾ ക്രൈസിസും പോസിബിലിറ്റിയും രണ്ടും ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ടിനും ഒറ്റ വാക്കേ ഉള്ളൂ ചൈനയിൽ, ക്രൈസിസിനും പോസിബിലിറ്റിക്കും. എല്ലാ പ്രതിസന്ധികളും ഒരു സാധ്യത കൂടിയാണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. എല്ലാ പ്രതിസന്ധികളും ഒരു സാധ്യത കൂടിയാണ്. എബനേസറും ഇതേ ഈഖാബോധ് തന്നെ എബനേസറായി രൂപപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. എല്ലാ ഈഖാബോധുകൾക്കും അപ്പുറം ഒരു എബനേസർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, എബനേസർ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം
കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഈഖാബോദ് പരാജയത്തിൻ്റെ തീരമാണെങ്കിൽ എബനേസർ ദൈവ സാന്നിധ്യത്തിൻ്റെ തീരമാണ്. 3, എബനേസർ എന്ന് പറയുന്നത് ഒരു തിരിഞ്ഞു നോട്ടത്തിനുള്ള വിളി കൂടിയാണ്. ഹാവ് എ റെട്രോസ്പെക്ഷൻ, ഒരു തിരിഞ്ഞു നോട്ടം, ഒരു ഓർമ്മകൾക്കുള്ള നിമിഷം കൂടിയാണ്. ഇവിടെ മിസ്പയിൽ ഈ ജനം ഒരുമിച്ച് കൂടിയപ്പോൾ അവരോട് ഈ ശമൂവേൽ വന്ന് അവരോട് വലിയ പ്രസംഗമൊക്കെ നടത്തുന്നത് അവരുടെ ഒരു ഓർമ്മകളാണ്. കഥകൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ഇങ്ങനെ കഥകൾ പങ്കുവെച്ച് കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, ഇവിടെ വെച്ച് നമ്മളുടെ തീരുമാനമാണ്, ഇവിടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഈ ഇടത്തിൽ വെച്ച് നമ്മൾ തീരുമാനമെടുക്കണം. ഇതൊരു ഓർമ്മയുടെ തീരം കൂടിയാണ്, കഥകൾ പങ്കിടുന്ന തീരം കൂടിയാണ്, അനുഭവങ്ങളെ പങ്കിടുന്ന തീരം കൂടിയാണ് എബനേസർ എന്നുള്ളത്. ഓർമ്മകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ ശമൂവേൽ ജനത്തോട് പറയുന്നതും ഇത് തന്നെയാണ്, ഓർമ്മകൾ ഉണ്ടാകണം. ഞാൻ തുടങ്ങിയതും അതാണല്ലോ. ഓർമ്മകളില്ലെങ്കിൽ മറന്നാൽ പിന്നെ നമ്മൾ മനുഷ്യരല്ല. നമ്മളൊക്കെ പലപ്പോഴും മറവി ബാധിച്ചവരാണ്. നമ്മൾ പറയാറുണ്ട് ഈ സ്പിരിച്വൽ അംനേഷ്യ എന്നൊക്കെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ചില ആത്മീയ മറവികൾ ബാധിച്ചവരാണ് നമ്മൾ, ഓർക്കാറില്ല എന്നുള്ളതാണ്. ഈ തിരിഞ്ഞുനോട്ടം ജീവിതത്തിന് ആവശ്യമാണ്. ഇങ്ങനെ പറയാറുണ്ട്, ഈ ഇസ്രയേലിയർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ 6 ലക്ഷത്തിൽ പുരുഷന്മാരും അതിൽ കൂടുതൽ ആളുകളും എന്നൊക്കെയാണ്. അപ്പോൾ അവർ ഈ ചെങ്കടൽ കടന്നതിനെക്കുറിച്ച് പറയുന്നത്, അവർ ചെങ്കടൽ കടക്കുമ്പോൾ വന്നപ്പോൾ 6 ലക്ഷം എന്നൊക്കെ ഓർത്താൽ നമ്മൾ ഓർത്തു നോക്കി, എന്തുമാത്രം വലിയ ജനമായിരിക്കാം. അപ്പോൾ ഈ ചെങ്കടൽ കടന്നപ്പോൾ ഈ അത്ഭുതം കണ്ടത് ആരായിരിക്കും? മുന്നിലുള്ളവരായിരിക്കും. അവർ വന്നപ്പോൾ മുന്നിൽ എന്താ? കടലാണ്. അപ്പോൾ അവർ കണ്ടു മോശ വടി നീട്ടുന്നതും ഒക്കെ. പുറകെ വന്നവരെന്താ കണ്ടേ? ഉണങ്ങിയ നിലവേ ഉള്ളൂ. ഈ അത്ഭുതം എന്താ എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്തോ വേണം? അവർ കടന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ എന്താ? കടലാണ്, അല്ലേ? അവർ തിരിഞ്ഞു നോക്കിയാലേ അറിയത്തുള്ളൂ, ഈ അത്ഭുതം അറിയത്തുള്ളൂ. അവർ പോലും അറിയാതെയാണ് ഒരു പക്ഷേ ഈ കടൽ അവർ കടന്നു പോയത്. ജീവിതത്തിൽ നമ്മളും എന്തുമാത്രം കടലുകൾ കടന്ന് വന്നു നിൽക്കുന്നവരാണ്. എന്തുമാത്രം കടലുകൾ കടന്ന് വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. തിരിഞ്ഞു നോക്കാൻ നമ്മൾ നോക്കിയാൽ എന്തുമാത്രം കഥകളാണ് നമുക്കുള്ളത് പറയാൻ. പലപ്പോഴും നമ്മളത് പറയാൻ മടിക്കുന്നവരോ മറന്നു പോകുന്നവരോ ആണ്. ഒരിക്കൽ ഞാനൊരു കൺവെൻഷൻ പ്രസംഗത്തിന് ഒരിക്കലൊരു പള്ളിയിൽ പോയി. കൺവെൻഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പിതാവ് എൻ്റെ അടുക്കൽ വന്നു. എന്നോട് തൻ്റെ അനുഭവമൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ അനുഗ്രഹകരമായി സന്തോഷത്തോടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹവും അമ്മയുണ്ട്, പ്രായമുള്ള ഭാര്യയും കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം 2 മക്കളാണ്, ഒരു മോളും ഒരു മകനും. അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചതൊക്കെ പശുവിനെ വളർത്തിയാണ് പഠിപ്പിച്ചത്. മകൻ BSc നഴ്സിംഗ്, മെയിൽ നഴ്സിംഗ് പഠിച്ചു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് പഠിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ ലോണും ഒക്കെ എടുത്താണ് പഠിപ്പിച്ചത്. പഠിച്ചു കഴിഞ്ഞ് അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു ഇൻ്റർവ്യൂവിന് കോൾ വന്നു. ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ കിട്ടിയാൽ പണം വേണം, കാശ് കൊടുത്താലേ പോകാനൊക്കെ ഉള്ളൂ. അത് കാശില്ല. അപ്പോൾ അവൻ ഇൻ്റർവ്യൂവിന് പോകാൻ വന്നപ്പോൾ അവൻ അപ്പനെയും വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരുമിച്ചിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവന് കിട്ടരുത് എന്ന് പ്രാർത്ഥിച്ചു. കിട്ടിയാൽ കൊടുക്കാൻ പണമില്ല. മകൻ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് എന്നോട് ഈ പിതാവ് പറഞ്ഞു, അന്ന് അച്ഛാ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അവന് കിട്ടിയില്ല. പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ ഇതേപോലെ വീണ്ടും പോയി. അന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, അവൻ്റെ പ്രാർത്ഥന കേട്ടു, അവന് കിട്ടി. വീണ്ടും പലരോട് പോയി കടം വാങ്ങിച്ചു, പലയിടത്തും പോയി ചോദിച്ചു. അവിടെ നിന്നൊക്കെ കിട്ടിയ കാശും കൊണ്ട് ഈ മകൻ പോയി. അവൻ ജോലിയൊക്കെ കിട്ടി, അനുഗ്രഹം പ്രാപിച്ചു, കടമൊക്കെ തീർത്തു, പെങ്ങളെ പഠിപ്പിച്ചു, അവൾക്കും ജോലിയായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് എനിക്ക് ഒന്നിൻ്റെയും കുറവില്ല, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പ്രാർത്ഥിക്കണം? അപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി സമ്പത്ത് കിട്ടണമെന്ന് വേണ്ട പ്രാർത്ഥിക്കേണ്ട, എൻ്റെ മക്കൾക്ക് നല്ല സമ്പത്ത് കിട്ടണമെന്നൊന്നും അച്ഛൻ പ്രാർത്ഥിക്കേണ്ട. ഞാൻ ഇപ്പോഴും പശുവിനെ വീട്ടിൽ വളർത്തുന്നുണ്ട്. അതെൻ്റെ മക്കൾ സമ്മതിക്കാറൊന്നുമില്ല, പക്ഷേ ഞാൻ വളർത്തുന്നുണ്ട്. അതെൻ്റെ ഒരു ഓർമ്മയാണ്. ഈ പശുവിനെ വളർത്താനുള്ളൊരു ഒരു ആരോഗ്യം എനിക്ക് കിട്ടണം, അതിനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാനൊന്ന് വിചാരിച്ചു, ഒന്ന് എഴുന്നേറ്റ് ഈ മനുഷ്യൻ്റെ കാലിലൊന്ന് തൊടണം. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തൊട്ടു. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നത്. ഇതെൻ്റെ ഓർമ്മയാണ്. എന്നെ നടത്തിയ വിധങ്ങൾക്കും ദൈവിക കൃപകൾക്കും ഒക്കെയുള്ള വലിയൊരു ഓർമ്മയാണ് ഈ പശുവിനെ ഞാനിന്ന് വളർത്തുന്നത്. ഒരു പക്ഷേ എന്തുമാത്രം ഓർമ്മകൾ ഉള്ളവരാണ് നമ്മൾ. ഈ ഓർമ്മകൾ പലപ്പോഴും നമ്മൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മകൾ ഉണ്ടാകണം. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എന്തുമാത്രം അനുഭവങ്ങളിലൂടെ, ചെങ്കടലുകളിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ. എബനേസർ ഒരു ഓർമ്മയുടെ തീരമാണ്, തിരിഞ്ഞുനോട്ടത്തിൻ്റെ തീരമാണ്. നമ്മൾ പാടും നിന്നതല്ല നിർത്തിയതാണെന്നൊക്കെ, പക്ഷേ മറവി ബാധിച്ചവരല്ലേ നമ്മൾ.
ഞാൻ ഈ കേരളത്തിന് പുറത്താണ് കൂടുതൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. പല പള്ളികൾ ഇന്ത്യയിൽ തന്നെ, കേരളത്തിന് പുറത്തുള്ള ഒത്തിരി പള്ളികളിൽ പോയിട്ടുണ്ട്. പലയിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, കാടായിരുന്നു ഇവിടെ പലയിടത്തും, പലയിടങ്ങളിലുമൊക്കെ. ഇവിടെ എങ്ങും വന്ന് താമസിക്കാൻ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഞങ്ങൾ അധ്വാനിച്ചതാണ്, ഞങ്ങളുടെ വിയർപ്പ്. അവർ ശരിയാണ്, അവരുടെ വിയർപ്പിൻ്റെ ഫലമാണ് അവിടെ പള്ളിയും അവരുടെ ഇന്നത്തെ അനുഭവമൊക്കെ. പക്ഷേ വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്ന ഒരാളുണ്ട്, ഞാൻ അധ്വാനിച്ചത് കൊണ്ട് ഇതെല്ലാം എനിക്ക് കിട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരെ നോക്കി ക്രിസ്തു ഒരു വിളിക്കുന്നുണ്ട്. എന്താ? യു ആർ ഫൂൾ, മൂഢ എന്ന് വിളിക്കുക. ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നവരെ നോക്കി വിളിക്കുന്ന പേരാണ് നിങ്ങൾ മൂഢരാണ്. മറക്കാൻ പാടില്ല, ദൈവം നടത്തിയ വിധങ്ങളെ മറക്കാൻ പാടില്ല എന്നാണ്. എബനേസർ ഓർമ്മകൾക്കുള്ളൊരു വിളി കൂടിയാണ്. നമ്മളുടെ ഓരോ പ്രാർത്ഥനാപായും ഒരു എബനേസറായിട്ട് മാറണം. ഇവിടെ ഈ ഇസ്രയേലിനെ വിളിച്ചു കൂട്ടിയതിന് ശേഷം അവിടെ പ്രാർത്ഥിക്കുകയാണ് ഈ ശമൂവേലും കൂട്ടരും. പ്രാർത്ഥിക്കുമ്പോൾ അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുന്നത് ആരോടാ? കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പിലാണ്, അല്ലേ? ക്രൈയിങ് പീപ്പിൾ ആൻഡ് ആൻ അറ്റൻറ്റീവ് ഗാഡ്. ദൈവം കേൾക്കുന്നവനാണ് എന്നുള്ളത്. ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാർ മനോഹരമായിരുന്ന ഒരു നല്ല കഥാപാത്രമാണ്. ഹാഗാറിനോട് ദൈവം ഇടപെടുന്ന ഒരു വാക്ക് നമ്മൾ 16-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 16 വായിക്കുന്നുണ്ട്. അവിടെ ഹാഗാറിൻ്റെ അടുക്കൽ വന്ന് ഹാഗാറിനൊരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. എന്താ പേരെന്നറിയാമോ? ഇഷ്മയേൽ. അപ്പോൾ തിരിച്ച് ഹാഗാർ ദൈവത്തിനൊരു പേര് വിളിക്കും, എന്നെ കാണുന്നവൻ എൽ റോയി എന്ന് പേര് വിളിക്കും. ഇഷ്മയേൽ എന്ന വാക്കിനർത്ഥം എന്നെ കേൾക്കുന്നവൻ എന്നാണ്, കേൾക്കുന്ന ദൈവം എന്നാണ് ഇഷ്മയേൽ എന്ന വാക്കിനർത്ഥം. കേൾക്കുന്ന ദൈവം. കേൾക്കുന്ന ദൈവം എന്ന പേര് കുഞ്ഞിന് കൊടുക്കുമ്പോൾ തിരിച്ച് ഹാഗാർ ഒരു പേര് കൊടുക്കും, കാണുന്ന ദൈവം. മനോഹരമായൊരു ചിത്രമാണ് അവിടെ ആരെയാ കേൾക്കുന്നേ? മിസ്രൈമ്യ അടിമയാണ് ഹാഗാർ മിസ്രൈമ്യക്കാരിയാണ്. ഉടമ ആരായിരുന്നു? ഇസ്രയേലിനായ അബ്രഹാമാണ്. ഇസ്രയേലിനായ അബ്രഹാം ഹാഗാറിനെ മരുഭൂമിയിലേക്ക് തള്ളിവിടുമ്പോൾ ദൈവം വന്ന് പറയും, മിസ്രൈമ്യക്കാരിയായ ഹാഗാറിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിലവിളി ഞാൻ കേട്ടുന്നു, അവളുടെ കഷ്ടത ഞാൻ. അടുത്ത പുസ്തകം പുറപ്പാടിലേക്ക് എത്തുമ്പോൾ ഇത് നേരെ തിരിയും. ഈ മിസ്രൈമ്യക്കാരിയായ ഹാഗാറിൻ്റെ കൂട്ടരാരാകും? ഉടമകളാകും. ഈ അബ്രഹാമിൻ്റെ മക്കൾ ആരാകും? അടിമകളാകും. അവിടെ ദൈവം വന്ന് പറയും, ഇസ്രയേലിനായ അടിമകളുടെ പ്രാർത്ഥന ഞാൻ, നിലവിളി ഞാൻ കേൾക്കുന്നു, അവരുടെ കഷ്ടത ഞാൻ കാണുന്നു. കാണുന്ന ദൈവം ആരുടെയാ? എവിടെ മനുഷ്യൻ അടിമയാകുന്നു, എവിടെ മനുഷ്യൻ കഷ്ടതയിലാകുന്നു, അവരുടെ നിലവിളി കേൾക്കുകയും കാണുകയും ചെയ്യുന്നൊരു ദൈവത്തെയാണ്. ഇവിടെ അതേ ദൈവത്തെയാണ് കാട്ടിത്തരുന്നത്. എബനേസറിൽ വന്ന് ജനം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ആ പ്രാർത്ഥനയെ, അവരുടെ അനുഭവത്തെ കാണുന്ന ദൈവം. എബനേസർ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ഉറപ്പതാണ്, ആ ഗാഡ് ഈസ് എൻ അറ്റൻറ്റീവ് ഗാഡ്. നമ്മുടെ ദൈവം ഇടപെടുന്നൊരു, മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. ആ ദൈവമാണ് എബനേസർ നൽകുന്ന ഉറപ്പ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, കാരണം ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. ഈഖാബോദ് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, എബനേസർ ഒരു പ്രത്യാശയാണെങ്കിൽ, അതുകൂടെ തന്നെ എബനേസർ ഒരു ഓർമ്മ കൂടിയാണ്. അവസാനം ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്തട്ടെ. എബനേസർ എന്ന് പറയുന്നത് ഒരു സമർപ്പണം കൂടിയാണ്. ദൈവഹിതത്തിൻ്റെ മുൻപിലുള്ളൊരു സമർപ്പണം, പൂർണ്ണമായ സമർപ്പണമാണ്. ഈ മിസ്പയിൽ ഒരുമിച്ച് കൂടുന്ന ഈ ജനം, അവർ ഒരുമിച്ച് കൂടിയതിന് ശേഷം അവരൊരു തീരുമാനമെടുക്കും. എന്താ? ഞങ്ങൾക്ക് ഈ ദൈവം മാത്രം മതി, ഈ ദൈവം മാത്രം മതി എന്നാണ് പറയുന്നത്. ഇവനാണ് ഞങ്ങളെ വിടുവിച്ചത്. അത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ യോശുവയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിലൊക്കെ അവിടെ ജനം ശെഖേമിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു തീരുമാനമെടുക്കും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ എന്ന് യോശുവ എടുക്കുന്നത്. അവിടെയും ജനം തീരുമാനമെടുക്കുന്നുണ്ട്, ഞങ്ങൾക്കിവൻ മതി, ഈ ദൈവം മാത്രം മതി എന്നുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ഇതൊരു പുതുക്കമാണ്. ഇതുവരെ ഉണ്ടായ അനുസരണക്കേടിൽ നിന്നും, ഇതുവരെ ഉണ്ടായ തെറ്റായ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ മാറി ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരിടമാണ്. എബനേസർ ഒരു സമർപ്പണത്തിൻ്റെ ഇടം കൂടിയാണ്. ഇവൻ മാത്രം മതി എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു മനോഹരം ഒരു വാക്കുണ്ട് ഈ പുറപ്പാട് പുസ്തകത്തിലൊക്കെ, നമ്മുടെ ദൈവം അവൻ തീഷ്ണതയുള്ള, യഹോവ തീഷ്ണൻ എന്നാകുന്നു അവൻ്റെ പേര്. ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ടല്ലോ, ആ ഗാഡ് ഈസ് എ ജലസ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷ്.
ജലസ് എന്നും ഉണ്ട്. ജലസ് ഗോഡ് ആൻഡ് സെലസ് ഗോഡ് രണ്ടുമുണ്ട്. തീഷ്ണതയുള്ള ദൈവം, NRSV ഒക്കെ വായിച്ചാൽ ജലസ് ഗോഡ് എന്നാണ്. ഇതേ വാക്ക് ഹെബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വേറൊരു ഭാഗമാണ് ഈ ഉത്തമഗീതം. ഉത്തമഗീതത്തിൽ അവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെയും ഉപയോഗിക്കുന്ന അതേ വാക്കുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്തിനാണെന്നറിയോ? അൺകോംപ്രമൈസിങ് ലവ് എന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ എബ്രായ ഭാഷയിലെ അർത്ഥം പഠിക്കുമ്പോൾ ആ തീഷ്ണത എന്ന വാക്കിന് പറയുന്ന പേര് അൺകോംപ്രമൈസിങ് ലവ്. നമ്മുടെ ദൈവം അവൻ ഏകൻ തന്നെ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അവനെ സ്നേഹിക്കണമെന്ന് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. കാരണം അവൻ ഏകൻ തന്നെ. ആ ഗാഡ് ഈസ് വൺ ഗാഡ്. ഏക ദൈവമാണ്. ഏക ദൈവമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ സ്നേഹത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നതിന് ദർ ഇസ് നോ കോംപ്രമൈസ്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹവും എന്താകണമെന്നാണ് പറയുന്നത്? അൺകോംപ്രമൈസിങ് ലവ് എന്നാണ്. തീഷ്ണതയുള്ള ദൈവം എന്ന് പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അൺകോംപ്രമൈസിങ് ലവ്. യാതൊരു ഒരു വിട്ടുവീഴ്ചകളുമില്ലാത്തൊരു സ്നേഹമായിരിക്കണം. യേശുവിനുണ്ടാകുന്ന പരീക്ഷകൾ, മൂന്നാമത്തെ പരീക്ഷ മലയുടെ മുകളിലെല്ലാം കൊണ്ട് നിർത്തിയിട്ട് പറയും, എന്താ? നീ എന്നെയും കൂടെ ഒന്ന്, നീ ഇപ്പം നമസ്കരിക്കുന്ന ദൈവത്തെ നമസ്കരിക്കേണ്ടതൊന്നും പറയുന്നില്ല, നീ എന്നെയും കൂടെ ഒന്ന് നമസ്കരിച്ച് ഇതെല്ലാം നിനക്ക് തരാം. എന്താ എൻ്റെ അർത്ഥം? കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റിയാണ്. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന, നീ ആരാധിക്കുന്ന പോലൊക്കെ ആരാധിച്ചോ, കുഴപ്പമൊന്നുമില്ല. നീ പ്രാർത്ഥിക്കുന്ന പോലൊക്കെ പ്രാർത്ഥിച്ചോ, അത് കുഴപ്പമില്ല. എന്നെയും കൂടെ ഒന്ന് വണങ്ങിയാൽ മതി, അല്ലേ? പണ്ട് തമാശയ്ക്ക് പറയുന്ന പോലെ പുണ്യാളനെയും ഇടും പാമ്പിനും ഒക്കെങ്കിലും ഇടും എന്ന് പറയുന്ന പോലെ എവിടുന്ന രക്ഷ വരുന്നതെന്ന് പറയാനൊക്കത്തില്ലല്ലോ എന്ന് പറയുന്ന വിശ്വാസമാണത്. എ കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി. എന്നാൽ വേദപുസ്തകം നമ്മളോട് പറയുന്നത് നമ്മുടെ സ്നേഹം അൺകോംപ്രമൈസിങ് ആയിരിക്കണം. ദൈവത്തിൽ അതൊരു ആശ്രയമുള്ളവർക്ക് മാത്രമേ ഒക്കെയുള്ളൂ, അല്ലേ? ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവനിൽ മാത്രം ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആരാധന പിന്നീട് പുനഃസ്ഥാപിക്കപ്പെടുന്നു. ശരിയായ ആരാധന പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ അവരുടെ ജീവിതം അൺകോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണ്. യാതൊരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതെ, യാതൊരു വിട്ടുവീഴ്ചകളുമില്ലാത്ത സ്നേഹമാണ് ആവശ്യപ്പെടുന്നത്. ദൈവം നമ്മളും ആഗ്രഹിക്കുന്നതാണ് അൺകോംപ്രമൈസിങ് ലവ്. വിട്ടുവീഴ്ചകളില്ലാത്ത സ്നേഹം. അതിൽ വിട്ടുവീഴ്ചകളൊന്നുമില്ല, അതിൽ യാതൊരു വിധമായ കോംപ്രമൈസിങ്ങും ഇല്ല. മറിച്ച് അവനെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതാണ്. എബനേസർ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അവനിൽ മാത്രം ആശ്രയിക്കുക, അവനെ മാത്രം സ്നേഹിക്കുക എന്നുള്ളത്. ഇതിന് സാധിക്കണമെങ്കിൽ നമുക്കൊരു ആശ്രയം കൂടി ഉണ്ടാകണം, അല്ലേ? ഈ യേശു തൻ്റെ ശിഷ്യരെയൊക്കെ അയക്കുമ്പോൾ അവരോട് പറയുന്നത് വടിയും പൊക്കണവും ഒന്നും വേണ്ട, ഇതൊന്നും ഇല്ലാതെ പൊക്കോളാണ്. ഇതല്ലാതെ പോകാൻ ഒക്കുമോ? എപ്പോഴാണ് ഒക്കുന്നേ? ആശ്രയം അർത്ഥവത്താവുന്നവർക്ക് മാത്രമേ ഒക്കത്തുള്ളൂ, അല്ലേ? അതാണല്ലോ നമുക്ക് പുതിയ നിയമം നൽകുന്ന ഏറ്റവും നല്ല. നിങ്ങളെ അയക്കുന്നത് എങ്ങനെയാണ്? ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ്. എന്താ കുഞ്ഞാടിൻ്റെ പ്രത്യേകത? ചെന്നായുടെ പ്രത്യേകത, കുഞ്ഞാടിൻ്റെ പ്രത്യേകത അതിനൊരു ഇടയനുണ്ട് എന്നുള്ളതാണ്. ചെന്നായ്ക്കൊരിക്കലും ഇടയനില്ല. അവിടെയാണ് ആശ്രയം. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ എന്ന് പറയുമ്പോൾ കുഞ്ഞാടിനെപ്പോഴും ആശ്രയിക്കാനൊരു ഇടയനുണ്ട്. ചെന്നായിക്കൊരിക്കലും ഇടയൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അയക്കുന്നത് അങ്ങനെയാണ്, ഇടയനുള്ള ആടുകളായിട്ടാണ്. ആശ്രയമുള്ളവരുടെ കൂട്ടമാണിത്. എബനേസർ നമുക്ക് നൽകുന്ന വെല്ലുവിളിയും പ്രതീക്ഷയും പ്രത്യാശയും ഇതാണ്. അൺകോംപ്രമൈസിങ് ലവ്. അത് നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ, നമ്മൾ ഇടയനുള്ളവരുടെ കൂട്ടമാണ്. ഇടയനുള്ള കൂട്ടമാണ്, ചെന്നായ്ക്കളുടെ കൂട്ടമല്ല, കുഞ്ഞാടുകളുടെ കൂട്ടമാണ്. കാരണം നമ്മെ നയിക്കാനായി നമുക്കൊരു ഇടയനുണ്ട് എന്നുള്ളതാണ്. ആ ഇടയനാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശയും പ്രതീക്ഷയും. ഇവിടെ എബനേസറിൽ ജനത്തിന് നൽകുന്ന പ്രത്യാശയും അതാണ്. മറ്റ് ആശ്രയങ്ങളൊക്കെ നിരർത്ഥകമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അവർ പല ആശ്രയങ്ങളിലും ആഗ്രഹിച്ചാണ്, പലതിലും ആശ്രയം വെച്ചവരാണ് ഇസ്രായേലർ. എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടു പോയി. നമ്മളുടെ ആശ്രയം എവിടെയാണ്? നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് എന്ന് വെച്ചാൽ നിൻ്റെ ആശ്രയം എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ് നമ്മുടെ ആശ്രയം? നമ്മൾ ആശ്രയം വെക്കുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസിൽ, നമ്മുടെ മക്കളിൽ. എവിടെയാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്? നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അവർ നമ്മളെ നോക്കുമെന്നൊക്കെയാണ് ചിന്ത. ചുമ്മാതാ. അതിലൊന്നും ആശ്രയം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ബാങ്കിൽ ഇത്രയും ബാലൻസ് വെച്ചിട്ട് എല്ലാം നടക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതൊന്നും നിരർത്ഥകമായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ആശ്രയം നമ്മളെ
നിൽക്കുന്നത്. നമ്മുടെ ആശ്രയം എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ആശ്രയം കർത്തനിൽ, ക്രിസ്തുവിൽ വെച്ചാൽ അവൻ തീർച്ചയായും ആ അനുഭവങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ. എൻ്റെ ഒരു ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു സ്ഥലത്ത് ഒരു അങ്കിളും ആൻറ്റിയും വളരെ അർത്ഥവത്തായി ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അന്ന് ജീവിക്കുന്നവരാണ്. അവിടുത്തെ എല്ലാ ഭവനങ്ങളിലും അവരെ പോയി വിസിറ്റ് ചെയ്യുന്നവരാണ്. ആരെങ്കിലും രോഗിയുണ്ടെങ്കിൽ അവിടുത്തെ പട്ടക്കാരൻ അറിയുന്നതിന് മുമ്പേ അറിയുന്നത് ഈ അങ്കിളാണ്, ആൻറ്റിമായിരിക്കും. അവരോടെ പോവുക മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. അവർക്ക് ആശുപത്രി പോകണമെങ്കിൽ അവരുടെ കൂടെ പോവും. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹത്തിനൊരു അസുഖമൊക്കെ വന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ ഈ അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ അദ്ദേഹം ആശുപത്രി ചെക്കപ്പിനൊക്കെ പോയി. ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ വീട്ടിൽ വരണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ്, RCCയിൽ പോവുകയാണ്. അപ്പോഴാണ് ഞാനും അറിയുന്നത് അദ്ദേഹം അന്ന് രാവിലെയാണ് അവർ അറിഞ്ഞത് ക്യാൻസർ ആണ്, പ്രോസ്ട്രേറ്റിന് ക്യാൻസറാണ്. ആൻറ്റിയും അങ്കിളും മാത്രം താമസിക്കുന്ന വീടാണ്, മക്കൾ പുറത്താണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ, വളരെ പ്രത്യാശയോടെ ഇരിക്കുന്നൊരു മനുഷ്യനാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുന്നു. രാത്രി 1 മണിയായപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെ വിളിച്ചു വെച്ചാൽ ഓടി വരണം. ഞാൻ വിചാരിച്ചു അങ്കിളിന് എന്തെങ്കിലും അസുഖം കൂടിയതായിരിക്കും. ഞാൻ ചെന്നപ്പോൾ അങ്കിളിന് കുഴപ്പമൊന്നുമില്ല, ആൻറ്റി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൂടിയെടുത്ത്, ഞാനാണ് വണ്ടി ഓടിച്ചത്, കൊണ്ടുപോയി ആശുപത്രി ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ബ്രോഡ് ഡെത്ത്, മരിച്ചാ കൊണ്ടുവന്നേ. അപ്പോൾ ഇത് വളരെ ഷോക്കിംഗ് ആയിരുന്നു, എനിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഈ ഒരു അങ്കിളും ആൻറ്റിയും ഒരുമിച്ച് ഇണക്കുരുവികളെ പോലെ കഴിഞ്ഞവരാണ്. പക്ഷേ ഈ ഒരു അസുഖം വന്നപ്പോൾ അത് താങ്ങാനുള്ള ശക്തി ആ ആൻറ്റിയുടെ ഹൃദയത്തിനില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഞങ്ങൾ മോർച്ചറിയിലൊക്കെ വെച്ചു. അന്ന് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് എന്ത് പറയണം എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടാം. ക്രിസ്തീകീർത്തനത്തിലെ 4-ാമത്തെ പാട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 4-ാമത്തെ പാട്ട് എന്തിനാണ് പാടുന്നത്? പ്രഭാത കീർത്തനമാണ്. അപ്പോൾ ആ പാട്ട് അദ്ദേഹം എടുത്ത് പാട്ടിയുടെ ക്രിസ്ത്യനിൽ ആശ്രയം വെക്കണം ഈ ക്ഷണത്തിലെന്ന് പറഞ്ഞ് പാട്ട് നിർത്തി. ഉണരുക നീ എന്നാത്മാവേ, ചേരുകൻ യേശുവിനരികിൽ നീ, തുണയവനല്ലാതെ ആരുള്ളി ഇഴകൾ നമ്മെ പാലിപ്പാൻ, വീടുമില്ലൊന്നുമില്ല ആരുമില്ല ഈ ലോകത്തിൽ എനിക്ക് നോർക്കുക നീ, വിട്ടകലം നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന ഇത് ഉറക്കെ അദ്ദേഹം പാടിയപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും പാടാൻ ഒത്തില്ല ഈ അനുഭവത്തിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ മധ്യത്തിൽ. എന്നാൽ അദ്ദേഹം അത് ഉറക്കെ പാടി അവസാനിപ്പിച്ചത് ക്രിസ്ത്യനിൽ ആശ്രയം വെക്കണം ഈ ക്ഷണത്തിൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം വേറെ പിന്നെ എനിക്ക് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അതിലും വലിയൊരു സാക്ഷ്യമാണ് അദ്ദേഹം തന്നെ പാടിയത്. ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നാലും, ഏത് ഈക്കാബോധുകളിലൂടെ നമ്മൾ കടന്നു പോയാലും, അതില്ല എന്ന് പറയുന്നില്ല, കടന്നു പോയാലും അവിടെയൊക്കെ പറയാൻ ഒക്കുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ആ ക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ ഈ ഈക്കാബോധുകളിലും കടന്നു പോകാൻ നമുക്ക് സാധിക്കും. 4 കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവച്ചത്. ഒന്ന്, ഈക്കാബോധ് എന്നത് ജീവിതത്തിലെ പരാജയത്തിൻ്റെ തീരമാണ്. ഒരുപക്ഷെ ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തുന്നതിന്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ രൂപപ്പെടുത്താനുള്ളൊരു ഒരു ടെംപ്റ്റേഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഈക്കാബോധുകൾ. എന്നാൽ ഈക്കാബോധുകൾ ജീവിതത്തിൻ്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം കൂടിയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് തോന്നാവുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. ഈക്കാബോധുകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അത് അവസാനമല്ല. അതിനപ്പുറം നമുക്ക് വേണ്ടി ദൈവം ഒരു എബനേസർ ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് വിത്ത് അസ്. അതാണല്ലോ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പുതിയ നിയമം ആരംഭിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്, ദൈവം നമ്മോട് കൂടി, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായി. അവസാനം വെളിപാട് അവസാനിക്കുന്ന വിധ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ ഇമ്മാനുവേൽ എന്നാണ്. മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് ഞാനോ ലോക അവസാനത്തോളം ഇമ്മാനുവേൽ എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഈ എബനേസർ നൽകുന്ന ഉറപ്പതാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇത് ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പ് മാത്രമല്ല, ഇതൊരു ഓർമ്മയുടെ ഇടം കൂടിയാണ്. ജീവിതത്തിൽ ഇതുവരെ നടത്തിയ ദൈവത്തെ ഓർക്കുന്നതിനുള്ളൊരു നിമിഷം കൂടിയാണ്. ഓരോ പ്രാർത്ഥനാപ്പായും, ഓരോ ദിവസവും, ഓരോ നിമിഷവും ഓരോ എബനേസറുകളാണ്. ഓർമ്മകളുണ്ടാകണം, നടത്തിയ വിധങ്ങളെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. അവസാനം എബനേസർ ഒരു സമർപ്പണത്തിൻ്റെ ഇടം കൂടിയാണ്. ജീവിതത്തിൽ ദൈവം അവൻ മാത്രം മതി എന്നുള്ള വലിയ സമർപ്പണം എടുക്കുന്ന നിമിഷമാണ് എബനേസർ. അത് ഓരോ നിമിഷവും ഓരോ എബനേസറുകളാണ്. എവറി മൊമെൻ്റ് ഈസ് എൻ എബനേസർ. അവിടെ നമുക്ക് പറയാൻ നോക്കണം, ദൈവമേ നീ മാത്രം മതി. അൺകംപ്രമൈസിങ് ലവ് ആൻഡ് അൺകംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ആലോചന, നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ആലോചന തരുവാൻ മനോജനെ ദൈവം ബലപ്പെടുത്തി. ആയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. അൺകോംപ്രമൈസിങ് ഫെയ്ത്ത് ആൻഡ് ലവ്. ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശ്വസ്തത എന്ന് പറയുന്നത് അങ്ങനെ. വിശ്വാസത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കാൻ പറ്റരുത്. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവ് നൽകിയ കൽപ്പന വളരെ പ്രസക്തമായിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിപ്പാൻ കഴിയേണ്ടുന്നതിന് അൺകോംപ്രമൈസിങ് ലവ്. നമ്മുടെ മുൻപിൽ ഇട്ടു തന്നതായിട്ടുള്ള ആ വലിയ ആഹ്വാനം ചെവിക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോൾ എബനേസർ, പ്രൈസ് ദി ലോർഡ്, എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയാൻ കഴിയും, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇത്രത്തോളം തന്നെയെന്ന്. ഹല്ലേലൂയ. ആമീൻ. ഈ കാബോത്തുകളെ മറക്കാൻ കഴിയുന്ന ഓർമ്മ നമ്മിൽ തരുന്നത് ദൈവിക സമൃദ്ധിയാണ്. സ്തോത്രം. നല്ല ഓർമ്മകൾ നമ്മെ പിന്തുടരാൻ ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മുടെ ദൈവസന്നിധിയിലെ സമൃദ്ധിയാണ്. ആ സമൃദ്ധിയാണ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അതിന് വചനം നൽകി, വചനത്തിൻ്റെ സമൃദ്ധി നൽകി നമ്മെ സഹായിക്കുന്ന ഒരുവനുണ്ട്. അല്പം കൊണ്ടായിരിക്കും അടുത്തില്ലെന്നത്. ആമേൻ. പക്ഷേ അതിനെ അധികമാക്കിയിട്ട് ശേഷിപ്പെടുക്കാൻ കഴിയുന്ന ഒരു സന്നിധി വെളിപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എന്തിനാണ് മാറുന്നത്? കോംപ്രമൈസിങ് ഫെലോഷിപ്പ് അല്ല നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. അൺകോംപ്രമൈസിങ് ഫെലോഷിപ്പ് നമ്മിലുണ്ടാകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മൾ വായിച്ച സങ്കീർത്തനവും ഇതിനോട് കോയിൻസൈഡ് ചെയ്ത് വരുന്ന തിരുനിവാസം എത്ര മനോഹരം എന്ന് നമ്മെ ഓർപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശമൂവേലവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് അവനെ വിട്ടുതിരിയാതെ നിൽക്കുമെങ്കിൽ അവൻ എന്നോട് അവിടെ വായിക്കുന്ന 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഹൃദയങ്ങളെ തിരിച്ചു വെച്ചാൽ ആമേൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് എന്നും അവൻ നിങ്ങളെ വിടുവിക്കുമെന്ന്. സ്തോത്രം. ഇതിൽ പരം ഒരു ബലം എന്നാ നമുക്ക് വേണ്ടത്? നമ്മെ ബലപ്പെടുത്താൻ കഴിയുന്ന ദൈവിക ആലോചന ശ്രവിപ്പാൻ ഈ രാത്രി നമ്മുടെ കർണങ്ങളെ ആമീൻ ഒരുക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ചെവികളെ തുറന്ന ദൈവത്തിന് മഹത്വം കരയേറ്റാം. അവനെപ്പോലെ വേറെ ആരുമില്ല. നമ്മുടെ ഈ കാബത്തുകൾ മഹത്വം വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവിടെ എബനേസർ ഒരുക്കി സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ത് പറയാൻ കഴിയും? ഇത്രത്തോളം യഹോവ. ഇത് നമ്മുടെ സാക്ഷ്യമായിരിക്കട്ടെ. എഴുന്നേറ്റ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ സാക്ഷ്യം പ്രസ്താവിച്ചിട്ട്, പാരിൽ പാർക്കും അല്പായുസിൽ പാരങ്ങൾ ഇനി അധികം വേണ്ട. നമ്മുടെ ഈ കാബത്തുകളെ മാറ്റി എബനേസറാക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ പാറയുടെ പ്രത്യേകത എനിക്കായി പിളർന്നൊരു പാറയാ. ഹല്ലേലൂയ. ആ പാറമേൽ ഞാൻ എൻ്റെ പാദങ്ങൾ വെച്ച് ധൈര്യപൂർവ്വം നിൽക്കുമെന്ന് ഈ രാത്രി പറയാൻ കഴിയേണ്ടുന്നതിന് ഓർമ്മകൾ നമുക്കുണ്ടായിരിക്കണം. ഓർമ്മകൾ ഉണ്ടെങ്കിൽ സമർപ്പണം ഉണ്ടാകും. അച്ഛനതാ പറഞ്ഞ് അവസാനിപ്പിച്ച സമർപ്പണം ഇല്ലാത്ത ക്രിസ്ത്യ ജീവിതം ഇല്ല. ദൈവത്തിന് സമർപ്പണമുള്ള ക്രിസ്ത്യ ജീവിതത്തെ ദൈവത്തിന് മതി. എന്ത് ഞാൻ നിനക്ക് നൽകും? ഹല്ലേലൂയ. നമ്മുടെ നാണയത്തൊട്ടുകളോ സാഹചര്യങ്ങളോ ഒന്നും അവന് വേണ്ട. അവന് വേണ്ടതാരെയെന്നറിയാമോ? നമ്മെയാ. എനിക്കായി പിളർന്ന പാറമേൽ ഞാൻ എൻ്റെ പാദങ്ങൾ വയ്ക്കുമെന്ന് ധൈര്യത്തോടെ ഇന്ന് രാത്രി പാടി ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അനുഗ്രഹീത നിമിഷങ്ങൾ ദൈവം നമുക്ക് ദാനമായി തരും. എത്രയോ ഇടങ്ങളിൽ ആമേൻ ഭാരതത്തിൻ്റെ വിവിധ കോണങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ അനുദിനം ഭാരങ്ങൾ ഏറി വരികയാണ്. ഈ ഖാബോത്ത് ആമേൻ അത്രത്തോളം സഹിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശാന്തമായിട്ട് ചില നിമിഷങ്ങളിലൂടെ ദൈവം സമ്മാനിച്ചുവെങ്കിൽ ആമേൻ ഞാൻ നീങ്ങിപ്പോകാത്ത പാറമേൽ എൻ്റെ പാദങ്ങൾ വയ്ക്കുമെന്നൊന്ന് പറയാൻ കഴിയുമോ? സ്തോത്രം. ദൈവം അതിലെ കേട്ടിട്ട് മടങ്ങിപ്പോനാൽ അല്ല. നമ്മൾ ഈ ത്രഷോൾഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഉത്തരവാദിത്വത്തോടെ ഇറങ്ങിപ്പോവാൻ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ വിളിച്ചതാണ്. ആ ദൈവകരങ്ങളിൽ ആമേൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പറയുമോ? ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. ആമേൻ, ആമേൻ. ഈ ആയുസിൻ്റെ ചെറിയ അംശം എനിക്ക് തന്നിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പാദങ്ങൾ കർത്തനിൽ വയ്ക്കും. ഒന്നിച്ച് ചേർന്ന് പാടാം. കൊയർ ലീഡ് ചെയ്യുന്ന നമുക്ക് അവരോട് ചേർന്ന് പാടാം. പായുസിൽ
എല്ലാവരും.